ഫ്രീഡം ഫൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. നമ്മുടെ നഗരത്തിൽ സഞ്ചാരയോഗ്യമല്ലാത്ത റോഡുകളായി മാറിയിരിക്കുന്ന ഒരു കാഴ്ച എല്ലാവരും അനുഭവിക്കുകയാണ്. എന്നാൽ പ്രതികരിക്കാൻ ആരോട് പ്രതികരിക്കും, എന്തിന് പ്രതികരിക്കും, പ്രതികരിച്ചിട്ട് എന്ത് കാര്യം എന്ന ഒരവസ്ഥ സംജാതമായിരിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, നമ്മുടെ നഗരത്തിലെ പല റോഡുകളും എത്ര പൊട്ടിപ്പൊളിഞ്ഞ് കുഴിയായി കുണ്ടായി ആ റോഡിലെ കൂടെ പോകുന്ന വാഹനങ്ങൾ ആ കുഴിയിൽ വീഴുന്ന കാഴ്ച നമുക്ക് കാണുകയാണ്. എത്രയോ അപകടങ്ങൾ പുറത്ത് പറയാതെയും ഇതിൻ്റെ ഇടയിൽ തന്നെ എൻ്റെ മുന്നിൽ തന്നെ ഒരു പ്രസവ കേസ് അലസിപ്പോയ യാത്രയിൽ കുഴിയിൽ വീണ് അലസിപ്പോയ സ്ഥിതിയുണ്ടായി. എന്നും വാഹനങ്ങൾ തമ്മിൽ ബ്രേക്ക് ഇടുമ്പോൾ കൂട്ടിയിടിക്കുന്ന അവസ്ഥ ഉണ്ടായി. പഞ്ചായത്താക്കിയും പല രീതിയിലും സന്ദർഭോചിതമായി ആളുകൾ പോവുകയാണ്. ഇതിനിടയിലാണ് കോഴിക്കോട് ജില്ലയിൽ തന്നെ ഒരു റോഡിൻ്റെ മുക്കാഭാഗവും കുഴിയായി ആ റോഡിലൊന്ന് വെട്ടിച്ച ഒരു സ്കൂട്ടർ മറ്റു സ്കൂട്ടറുമായി ഇടിച്ച് ദാരുണമായി റോഡിൽ കിടന്നു തന്നെ ദാരുണമായ അന്ത്യം ഉണ്ടായത്. ഇതുപോലെ എത്രയോ സംഭവങ്ങൾ നമ്മുടെ ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ PWD എന്ന കൊള്ള സംഘം ഇതിനെതിരെ കണ്ണടച്ച് ഉറങ്ങുകയാണ്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അദ്ദേഹത്തിന് നേരിട്ട് തന്നെ അപേക്ഷകൾ സമർപ്പിച്ചിട്ട് പോലും ഒരു നടപടിയും എടുക്കാത്ത ഒരവസ്ഥ നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാതെ ഒരു അരക്ഷിതാവസ്ഥയിലാണ് ഇന്ന് നിലനിൽക്കുന്നത്. ഇതിനെതിരെ ഒരുപാട് ആളുകൾ പൊട്ടിത്തെറിക്കുന്ന കാഴ്ച ഫ്രീഡം ഫൈറ്റ് ന്യൂസിൻ്റെ മുന്നിൽ നമ്മൾ കാണുകയുണ്ടായി. എന്നിട്ട് പോലും ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. PWDയിൽ പോയി അന്വേഷിക്കുമ്പോൾ ഫണ്ടില്ല എന്നറിയുന്നത്. 15 വർഷത്തെ ടാക്സ് നമ്മൾ വാഹനം എടുക്കുമ്പോൾ ഒന്നിച്ചു കൊടുത്തിട്ട് പോലും നമുക്ക് നമ്മുടെ റോഡ് ഉപയോഗശൂന്യമായ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ ആക്കിത്തരാതെ നമ്മുടെ നാടിനെയും ജനങ്ങളെയും വഞ്ചിച്ച് കൊള്ള സംഘമായി മാറിയിരിക്കുകയാണ് ഈ PWD എന്ന കൊള്ള സംഘം. എന്തിനാണ് ഇത്രയുമുള്ള നമ്മൾ ലക്ഷങ്ങൾ കൊടുത്ത് പെൻഷൻ കൊടുത്ത് ഇവരെ പോറ്റി വളർത്തുന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യം നിലനിൽക്കുകയാണ്. നമുക്കിത് പ്രൈവറ്റ് വൽക്കരിക്കണോ എന്നുള്ള ഒരു ആശയം നമുക്ക് ചിന്തിക്കേണ്ട അവസ്ഥയിലെത്തിയിരിക്കുന്നു. ഇത്രയും ദയനീയമായ ഒരവസ്ഥയാണ് PWD ഓഫീസിൽ AC റൂമിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക്. അവരുടെ ഓരോ പേരുകളെടുത്ത് ഇവിടെ പറയുന്നില്ല. എന്നാൽ വളരെ കുറഞ്ഞ നല്ല ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ പോലും വളരെ ഭൂരിഭാഗവും അഴിമതിക്കാരും കൈക്കൂലിക്കാരുമായി കോൺട്രാക്ടർമാരുമായിട്ട് ഒത്തുധാരണയിലെത്തുന്ന ഒരവസ്ഥിതി ഈ നാട് അനുഭവിക്കുകയാണ്, നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുകയാണ്. ഇതിനെതിരെ നമുക്ക് പ്രതികരിക്കാൻ ഒരു 5 വർഷം കൂടുമ്പോൾ ഒരു വോട്ടവകാശം മാത്രമല്ല, നമുക്ക് ഒരു ജനകീയ ഐക്യം ഈ രാജ്യത്ത് വളർന്നു വരേണ്ടതുണ്ട്. അതിന് നമ്മുടെ എത്രയോ ഡ്രൈവർമാർ, എത്രയോ ടാക്സി ഓടിക്കുന്നവർ, ഓട്ടോ ഓടിക്കുന്നവർ, നട്ടെല്ലൊടിയുന്ന എത്രയോ ആളുകൾ ഒരുമിച്ച് കൂടി ഇതിനെതിരെ ഒരു പൊതുജന ഐക്യം നമ്മുടെ രാജ്യത്ത് പടുത്തുയർത്തിയിട്ടില്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ, നമ്മുടെ നാടിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സ്ഥിതി അധോഗതിയാണ് എന്ന് പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതിനെതിരെ പ്രതികരിക്കണം എന്ന്, എല്ലാവരും ഇതിനു വേണ്ടി ഓരോ ജനകീയ കൂട്ടായ്മ, ഒരു കമ്മിറ്റി ഓരോ സ്ഥലങ്ങളിലും രൂപപ്പെടുത്തണമെന്നും ഫ്രീഡം ഫൈറ്റ് ന്യൂസ് നിങ്ങൾക്ക് വേണ്ടി എവിടെ വന്ന് നിങ്ങളുടെ ഇത്തരം പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തുവാനും അത് പൊതുജനങ്ങളിൽ എത്തിക്കുവാനും തയ്യാറാണെന്നും ഈ അവസരത്തിൽ നിങ്ങളുടെ മുന്നിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രതികരണം ശേഷി നഷ്ടപ്പെട്ട ഒരു വ്യക്തി ഈ നാടിന് ഉപയോഗശൂന്യമായ ഒരു വസ്തുവായി മാറും എന്നുള്ളത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രതികരണമുള്ള ഒരു ജനകീയ പ്രസ്ഥാനമായി നമ്മുടെ ജനങ്ങൾ ഉയർന്നു വന്നാൽ മാത്രമേ അത് നമുക്ക് KSEB പോലത്തെ റെഗുലേഷൻ കമ്മിറ്റിക്കെതിരെ ഉണ്ടായ ജനക്കൂട്ടവും അതിനെതിരെയുള്ള പ്രതികരണവും കണ്ട് ഓരോ വിട്ടു നിൽക്കുന്ന ഓരോ പൗരനും മുന്നോട്ട് വരണമെന്ന് ഈ അവസരത്തിൽ ഫ്രീഡം ഫൈറ്റ് ന്യൂസ് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഫ്രീഡം ഫൈറ്റ് ന്യൂസിന് വേണ്ടി റഫീഖ് കിണാശ്ശേരി.